സുപ്രഭാതം. ഒരു ഗ്രാമത്തിൽ മാളു എന്ന കൊച്ചു പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾക്ക് കടലിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഓരോ ദിവസവും സ്കൂൾ വിട്ടു വന്നാൽ അവൾ കടൽ തീരത്തേക്ക് ഓടും. തിരമാലകൾ അവളുടെ കാൽപാദങ്ങളെ തഴുകി നീങ്ങുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. ഒരു ദിവസം കടലിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മാളുവിന് ഒരു ചിന്ത വന്നു. ഈ കടലിന് എന്നെ എന്തൊക്കെയാകും പഠിപ്പിക്കാൻ കഴിയുക? അവൾ കണ്ണുകളടച്ച് കടലിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചു. കടൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ശാന്തമായി, ചിലപ്പോൾ പ്രക്ഷുബ്ധമായി. പക്ഷേ ഓരോ മാറ്റത്തിലും അത് അതിൻ്റെ സത്വം നിലനിർത്തി. മാളുവിന് മനസ്സിലായി, ജീവിതത്തിലും മാറ്റങ്ങൾ സ്വാഭാവികമാണ്. സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും മാറി മാറി വരും. ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പഠിക്കണം. ഒരു തിരമാല തീരത്തേക്ക് വരുന്നത് പോലെ ഓരോ വെല്ലുവിളികളെയും സ്വീകരിക്കാനും അതിനെ അതിജീവിക്കാനും ശ്രമിക്കണം. കടലിൻ്റെ ഉപരിതലം കാണാൻ മനോഹരമാണ്, പക്ഷേ അതിൻ്റെ ആഴങ്ങൾ അജ്ഞാതവും നിഗൂഢവുമാണ്. അവിടെ പലതരം ജീവികളും രഹസ്യങ്ങളും ഒളിഞ്ഞുകിടക്കുന്നു. മാളു ചിന്തിച്ചു, മനുഷ്യരും അങ്ങനെയാണ്. പുറമേക്ക് കാണുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള കഴിവുകളും സാധ്യതകളും ഓരോ വ്യക്തിയിലും ഒളിഞ്ഞുകിടപ്പുണ്ട്. നമ്മൾ സ്വയം കണ്ടെത്താനും നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാനും ശ്രമിക്കണം. മറ്റുള്ളവരെ അവരുടെ ഉപരിപ്ലവമായ കാര്യങ്ങൾ വെച്ച് മാത്രം അളക്കാതെ അവരുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പഠിക്കണം. കടലിലെ വെള്ളം ഒരു നിമിഷം പോലും നിശ്ചലമായി നിൽക്കുന്നില്ല. അത് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഉണ്ടാകുന്നു. ഇത് മാളുവിനെ ഓർമ്മിപ്പിച്ചു, ജീവിതവും ഒരു ഒഴുക്കാണ്. ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കാതെ വർത്തമാനത്തിൽ ജീവിച്ച് ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ അത് അവിടെ വിട്ട് പുതിയൊരു തുടക്കം കുറിക്കാൻ കടൽ നമ്മളെ പഠിപ്പിക്കുന്നു. കടൽ ശക്തമാണ്. അതിന് വലിയ തിരമാലകൾ ഉണ്ടാക്കാനും പാറകളെ പോലും ഇല്ലാതാക്കാനും കഴിയും. എന്നാൽ അതേസമയം അത് വളരെ ശാന്തവുമാണ്. സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് അതിൻ്റെ ഉപരിതലം കണ്ണാടി പോലെ തിളങ്ങും. ഇത് മാളുവിന് ഒരു വലിയ പാഠം നൽകി. ജീവിതത്തിൽ ശക്തരായിരിക്കുമ്പോൾ പോലും ശാന്തതയും സമാധാനവും നിലനിർത്താൻ സാധിക്കണം. പ്രതിസന്ധി വരുമ്പോൾ പതറാതെ ഉള്ളിൽ സമാധാനം കണ്ടെത്തി തീരുമാനമെടുക്കാൻ കഴിയണം. മാളു കണ്ണു തുറന്നു. കടൽ ഒരു വലിയ ഗുരുവിനെ പോലെ അവൾക്ക് തോന്നി. ഓരോ തിരമാലയും ഓരോ പാഠം. ഓരോ ദിവസവും കടൽ തീരത്ത് ചെലവഴിക്കുമ്പോൾ അവൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ ലഭിച്ചു. അവൾ മനസ്സിലാക്കി, പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ചെറിയ കാര്യത്തിലും നമുക്ക് പോസിറ്റീവ് ചിന്തകൾ കണ്ടെത്താനും അതുവഴി ജീവിതം കൂടുതൽ മനോഹരമാക്കാനും സാധിക്കും. നിങ്ങൾക്കും കടലിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.